എല്ലാവർക്കും നമസ്കാരം. ഇമ്പമാർന്ന മാപ്പിളപ്പാട്ടുകളുടെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് കവള 14 രാവ് സീസൺ 2 പവർഡ് ബൈ ടോപ് കോ സംസമിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കവള 14 രാവ് സീസൺ 2ന്റെ ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന 25 കണ്ടസ്റ്റന്റ്സ്, അവരിൽ നിന്നും നമ്മുടെ ഈ സെമി ഫൈനൽ സ്റ്റേജ് ഘട്ടത്തിൽ മത്സരിക്കാൻ പോകുന്നത് 8 മികച്ച ഗായകരാണ്. അവരിൽ നിന്ന് ആരൊക്കെയാണ് നമ്മുടെ ദുബായിൽ വെച്ച് നടക്കാൻ പോകുന്ന 14 രാവിന്റെ ഫൈനൽസിൽ മാറ്റിരിക്കാൻ പോകുന്ന ഗായകരെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇന്നത്തെ മത്സരം തുടങ്ങാം. അതിനു മുന്നേ നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ് അവരെ ഷോയിലേക്ക് വെൽക്കം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ഫൈസൽ അലൈറ്റീൽ, റെനത്ത ആൻഡ് ഷാൻ റഹ്മാൻ. ഇനി നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഓർക്കസ്ട്ര മെമ്പേഴ്സിനെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ദം. നമ്മുടെ ഈ സെമി ഫൈനൽ സ്റ്റേജ് ഘട്ടത്തിൽ നമ്മുടെ കണ്ടസ്റ്റന്റ്സിന് കോമ്പറ്റ് ചെയ്യാനുള്ള 5 വ്യത്യസ്തമായ റൗണ്ടുകളിലാണ്. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ ഫസ്റ്റ് കണ്ടസ്റ്റന്റ് അസദ് ആണ്. സോ ലെറ്റ്സ് ഹിയർ ഇറ്റ് അപ്പ് അസദ്. അസദ്, ആ കോൾഡ് ഇപ്പോഴും ഉണ്ടോ അസദ്? ഉണ്ടല്ലേ? അയ്യോ, എന്ത് ചെയ്യും നമ്മള്? പ്രശ്നമാവോ ഇനിയിപ്പോ പാടുമ്പോ? ഇല്ല അല്ലേ? ഓക്കെ, അസദിന് ആ കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ എന്താ, ഒരു കുഴപ്പമില്ല, നമുക്കൊരു കുഴപ്പമില്ല. ഇന്ന് ഏത് റൗണ്ടാണെന്നറിയോ? ഫാസ്റ്റ്. അതറിയാലേ, ഫാസ്റ്റ് ചലഞ്ച് സോങ് റൗണ്ട് ആണ്. ഇന്ന് ഏത് സോങ്ങാ സെലക്ട് ചെയ്തിട്ടില്ലേ? മടക്കയാത്രക്കാരി. അതെയോ? നന്നായിട്ട് പഠിച്ചോ പാട്ടെല്ലാം? ഓക്കെ, അപ്പൊ നന്നായിട്ട് പാടിക്കോ. ഓൾ ദ ബെസ്റ്റ്. ലെറ്റ്സ് വാച്ച് ഇറ്റ്.
എന്താ ഞാൻ പറയാ? എന്ത് ഞാൻ പറയണം? ഇഷ്ടായിന്ന് പറയണോ ഇഷ്ടല്ല എന്ന് പറഞ്ഞോ? അറിയില്ല. അറിയില്ല. ഇഷ്ടായി, എല്ലാവർക്കും ഇഷ്ടമായി കാണും. അസദിന്റെ പാട്ട് കേൾക്കാൻ എത്ര പേരിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ അവർക്ക് വേണ്ടി നല്ലൊരു ഗിഫ്റ്റ് അല്ലേ അസദ് കൊടുത്തേ? അസദിന് തീരെ വയ്യ അല്ലേ ശരിക്കും പറഞ്ഞ? കുഴപ്പമില്ല, നമുക്ക് കമന്റ്സ് അറിയാം. ഓക്കെ, രണത്ത. അസദേ, നന്നായിട്ട് പാടി മോനെ, നന്നായിട്ട് തന്നെ പാടി. കുറച്ച് നല്ല ടഫായിട്ടുള്ള സോങ് ആണ് അൻവർ പാടിയ സോങ് അല്ലേ? ടെൻഷൻ ഉണ്ടോ പാടിയപ്പോ? പിന്നെന്താ ലാസ്റ്റ് ഒരു കൈയൊക്കെ പോയല്ലോ, അത് നിർത്താൻ വേണ്ടിയിട്ടുള്ളൊരു ഡയറക്ഷൻ ആയിരുന്നോ? അവരോട് ഇങ്ങനെ അല്ലേ, ഒരു പുതിയ ഒരു അല്ലേ, ഞാൻ അസദ് അങ്ങനെ കാണിക്കണ കണ്ടിട്ടില്ല. ഗാനമേളക്ക് കാണിക്കലുണ്ട് അല്ലേ? ശരിയാ. നിർത്താൻ ഒരു നമ്മളായിട്ടൊരു ഇനിയിപ്പോ നിർത്തിയില്ലെങ്കിലോ അല്ലേ, അത് വിചാരിച്ചിട്ട് ഒന്ന് അങ്ങനെയൊക്കെ കാണിക്കും അല്ലെ, ഒന്നും കൂടെ എന്നൊക്കെ ഉള്ളത്, അങ്ങനെയൊക്കെ അല്ലേ? നന്നായിണ്ട് എന്തായാലും. ഇഷ്ടമായി കേട്ടോ എനിക്ക്, കാരണം ടെൻഷനൊന്നും ഇല്ലാന്ന് അപ്പൊ മനസ്സിലായി. ഇപ്പൊ ഈ ആ ഒരു ഗാനമേളൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞില്ലേ, അപ്പൊ അത്ര കൂളാണല്ലേ ശരിക്ക്, കോൾഡ് പിടിച്ചാലും അല്ലേ? എന്തായാലും നന്നായിട്ട് തന്നെ പാടി. എനിക്ക് പല്ലവിയിൽ ആ ഒരു തുടക്കത്തിന്റെ ഒരു പ്രശ്നം, എന്നാലും അസദിന്ന് നമ്മളിങ്ങനെ ഒരുപാട് പ്രതീക്ഷിക്കുക. അസദിന്റെ ആയിട്ടുള്ള കുറെ തിങ്സ് സംഗതികളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളതിങ്ങനെ കേൾക്കാൻ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് പ്രേക്ഷകരും ഉണ്ട് അസദിന്, ഒരുപാട് ഫാൻസ് ഉണ്ട്. ഫാൻസ് എന്ന് പറയുമ്പോ മനസ്സിലായില്ലേ എന്താണ്? ആരാധകര്, അതെ, ഒരുപാടുണ്ട്. അപ്പൊ അവരും ഇങ്ങനെ കേൾക്കും, കാരണം ഒരു സ്വന്തമായിട്ട് കുറച്ച് ഞാൻ പറഞ്ഞ പോലെ സംഗതികളൊക്കെ ഇങ്ങനെ വരും ആ തൊണ്ടയിൽ കൂടെ. അപ്പൊ ഈ മൂക്കടപ്പിന്റെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും അനുപല്ലവിയും ചരണൊക്കെ നല്ല ആ റേഞ്ചിലൊക്കെ ഇങ്ങനെ ആ കറക്റ്റ് ആ പിച്ചിലൊക്കെ ഇങ്ങനെ പിടിച്ച് നന്നായിട്ട് തന്നെ പാടിട്ടോ. അപ്പൊ ഇനി ബാക്കിയുള്ള പാട്ടുകളൊക്കെ എത്ര മാർക്ക് കിട്ടി, അവിടെ എത്ര കിട്ടി എന്നൊന്നും ചോദിക്കാണ്ട് വേഗം നന്നായിട്ട് തന്നെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു രണത്ത. ഷാംസ്. അസദേ, നന്നായിട്ട് പാടി. നമ്മൾ സാധാരണ കോൾഡ് വരുമ്പോ നമ്മൾ എന്താ ചെയ്യാ അസദേ? കോൾഡ് എന്ന് പറഞ്ഞ എന്താന്നാ? പടച്ചോനെ, ഈ ജലദോഷം, തുമ്മല്. ഇപ്പൊ ഇന്നലെ അസദിന് ഇത് കഴിഞ്ഞ എപ്പിസോഡിൽ അസദ് പറഞ്ഞ പ്രശ്നങ്ങൾ ഒരു മനുഷ്യന് സാധാരണ രീതിയിൽ വരുമ്പോൾ എന്താണ് സാധാരണ ചെയ്യാ? ആശുപത്രിയിൽ പോകും അല്ലെ? അല്ലാണ്ട് മഴയത്ത് ഹെലികോപ്റ്ററും കൊണ്ട് കളിക്കുവാ? ഇല്ല. ഇല്ലാന്ന് പറഞ്ഞ ആന്ന് പറഞ്ഞ ഞാൻ ആന്ന് മാത്രമേ കേൾക്കുന്നുള്ളൂ. ഇല്ല, അതാണ്. അപ്പൊ ഞാനിന്ന് രാവിലെ വരുമ്പോ കണ്ടതാണ്. ഇവന് സുഖമില്ല എന്നൊക്കെ എനിക്കറിയാം. പക്ഷെ ഇവൻ പുറത്ത് മഴയത്ത് ഒരു ഹെലികോപ്റ്റർ പറിച്ചിട്ട് ഇങ്ങനെ കളിക്കാം. മഴ ഉണ്ടായിരുന്നു, ഞാൻ അതുവഴിയാണല്ലോ വന്നത്. അത് എന്റെ മുകളിൽ മാത്രം മഴ പെയ്തൊന്നും അല്ലല്ലോ. അപ്പൊ അതൊക്കെ നമ്മൾ നോക്കണം. കാരണം പിന്നെ ഇതൊരു ചെറിയൊരു ശരീരമാണല്ലോ. അപ്പം പിന്നെ ഇതെല്ലാം നമ്മൾ നോക്കണം. എനിക്ക് അസദ് പാടിയതില് എനിക്ക് പല്ലവിയെക്കാളും ഇഷ്ടമായത് അനുപല്ലവി, ചരണം, അതൊക്കെയാണ്. നല്ല രസമുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ ഈ കോൾഡിന്റെ ഒരു പ്രശ്നം നമ്മൾ പല്ലവിയിൽ ഒക്കെ ശരിക്കും ഇങ്ങനെ എടുത്തറിയുന്നുണ്ട്. 2-3 സ്ഥലത്തൊക്കെ ശരിക്കും അറിഞ്ഞ്. അപ്പൊ അതൊക്കെ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഹെലികോപ്റ്റർ ഒഴിവാക്കണം, മഴ ഒഴിവാക്കണം, ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കണം. മനസ്സിലായില്ല? നമ്മൾ സെമിഫൈനല, കുട്ടിക്കളിയല്ല. മനസ്സിലായില്ല? മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുറത്തു പോയി കഴിഞ്ഞിട്ട് ഈ ഹെലികോപ്റ്റർ ഒന്നും ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അപ്പം ഇനി നല്ല നല്ല ഹെലികോപ്റ്റർ വാങ്ങിക്കണമെങ്കിൽ നമുക്ക് നല്ല നല്ല മാർക്ക് വാങ്ങിക്കണം. നമുക്ക് ഫൈനൽസിന് ദുബായിൽ പോകണം. മനസ്സിലായില്ലേ? അപ്പം അതൊക്കെ ഒന്ന് കെയർ ചെയ്യുക കേട്ടാ. ചെറിയ ശരീരമായോണ്ടാണ് ഞാനിത് പറയുന്നത്. നമ്മളെല്ലാം മുകളില് പിന്നെ മഴ നനഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ എത്തണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. ഇത് വേഗം എത്തും. മനസ്സിലായില്ലേ? അപ്പൊ അത് ഒക്കെ ഒന്ന് നോക്കാം കേട്ടാ. സീരിയസ് ആവാം കുറച്ചുകൂടെ. ഓക്കെ, താങ്ക് യു ഷാംസ്. ഫൈസൽ മാഷെ. അസദിന് ഈ അടുത്ത കാലത്ത് ഒരു അവാർഡ് കിട്ടിയില്ലേ ബാംഗ്ലൂരിന്ന് അല്ലേ? എന്നിട്ട് ആ സ്റ്റേജിൽ ഒരു അപകടം പറ്റിയെന്ന് പറഞ്ഞു. എന്താ അപകടം പറ്റിയേ? മുറി പറ്റിയോ? എടുത്തു വെച്ചപ്പോ എന്ത് തട്ടി? അവാർഡ് തട്ടിയോ? മാഷെ, അവാർഡ് എങ്ങനെ തട്ടി? ഒരു മിനിറ്റ്, ഇപ്പൊ ഈ പറഞ്ഞപ്പോ ഞാനത് എന്തായാലും ഇപ്പൊ പറയണം. എന്റെ അടുത്ത് വന്നിട്ട് ഇത് വാങ്ങി വന്നതിന്റെ ശേഷനോട് പറഞ്ഞു, അതെ രനത്തേക്ക് ഒരു അവാർഡും കിട്ടി, ഒരു മുറിയും കിട്ടിട്ടോ. അവാർഡാ തട്ടിയത്? അല്ലല്ലോ, അതിനവരൊരു ടേം യൂസ് ചെയ്യണതാ. എന്റെ അടുത്ത് പറഞ്ഞു അവാർഡിന്റെ കൂർപ്പ് തട്ടി. മെമന്റോന്റെ എൻഡ്.
അതാണ് പറയുന്നത്. ഞാൻ വിചാരിച്ചത് അവാർഡിന്റെ കൂർപ്പ് ഒരു എടുത്ത് പൊന്തിച്ചാണ്ട് എന്നൊക്കെ പറഞ്ഞു എന്നോട്. അപ്പോൾ കൂർപ്പ് തട്ടിന്ന് പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പൊ അങ്ങനത്തെ അത്ര അപകടങ്ങളാണ് സാധാരണ വേറെ പല അപകടം നമ്മൾ കാണാറുള്ളത്. ഒട്ട മോനെ നന്നായിട്ട് പാടിട്ടോ. ഇത് പിന്നെ ബാപ്പു അവാർഡ് എഴുതിയതാണ്. അൻവർ സാദത്ത് പാടി. ഫുറം ഖയാം തന്നെയാണ്. ഇതൊരു വളരെ പ്രസിദ്ധമായൊരു ഭാര്യമാരുടെ ശ്രദ്ധക്ക് എന്ന് പറഞ്ഞൊരു മൂവി, അത് ടെലിഫിലിം, അതിന്റെ ഒരു ടൈറ്റിൽ സോങ് ആണിത്. ഈ പാട്ട് വളരെ ഹിറ്റാണ്. കാരണം അൻവർ തന്നെ പല വേദിയിലും പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഏതായാലും മോന് നല്ലൊരു സെലക്ഷനാണ്. ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഇതൊക്കെയാണ് അസദിന്റെ സെലക്ഷൻ. ഇപ്പൊ ഫാസ്റ്റ് റൗണ്ടിലൊക്കെ മാപ്പിളപ്പാട്ടിന്റെ സ്ഥിരം കുറെ ഫാസ്റ്റ് നമ്പേഴ്സ് ഉണ്ട്. അതൊക്കെ ഒഴിവാക്കിയിട്ട് വളരെ റിസ്ക് ആയ ഒരു പാട്ട്. ഞാൻ മോൻ പാടുമ്പോൾ ഈ കോൾഡാന്നൊക്കെ പറഞ്ഞപ്പോൾ ശരിക്കും പേടിച്ചിരുന്നു. പക്ഷെ ഗംഭീരമായിട്ട് തന്നെ മോൻ പാടി കേട്ടോ. ഈ ഒരു സെലക്ഷനാണ് മോന്റെ കാര്യത്തിൽ മോന്റെ ഏറ്റവും വലിയ വിജയം എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ മോൻ. അസദ്, അപ്പൊ കമന്റ്സ് ഒക്കെ അറിഞ്ഞു. അപ്പൊ അവാർഡിന്റെ കാര്യം എപ്പോഴാണ് ചെലവ്? നാളെയോ? ആ, നാളെ ഞാൻ വീട്ടിലേക്ക് അങ്ങ് വരും. എന്തൊക്കെയാ എനിക്ക് തരാ? അവാർഡിന്റെ ആ കൂർപ്പ് കൊണ്ട് എനിക്ക് കുത്തോ? കുത്തു വെച്ചോ എനിക്ക്? ഇല്ലല്ലോ. ലിറ്റിൽ മാസ്റ്റർ അവാർഡ് കിട്ടിയില്ലേ? എവിടുന്നായിരുന്നു? ബാംഗ്ലൂരിന്ന്. ഓക്കെ, ഇനി എന്തായാലും നമുക്ക് ഇതിന്റെ മാർക്സ്, ഈ പെർഫോമൻസിന്റെ മാർക്സ് അറിയാം. ഫൈസൽ മാഷ് 28.5 മാർക്ക്. 28.5 on 30. രണത്ത ഏതായാലും മാർക്ക് തരാം. 28.5. 28.5 again. ഷാൻസ മോനെ ഹെലികോപ്റ്റർ ഒക്കെ ഒഴിവാക്കാം കേട്ടാ. ഇത് സെമി ഫൈനൽ കഴിഞ്ഞ് ഫൈനൽ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ഹെലികോപ്റ്ററോ കാറോ ബസ് എന്താ വേണമെന്ന് വെച്ചാൽ നീ കളിച്ചോ, മഴയത്ത് കളിച്ചോ. മാർക്ക് എന്ന് പറയുന്നത് 28.5. 28.5. So your grand total is 85.5 on 90. കുഴപ്പമില്ലാത്ത സ്കോറാണ്. ബട്ട് ലാസ്റ്റ് റൗണ്ടിൽ എത്ര മാർക്ക് ഉണ്ടെന്ന് ഓർമ്മയുണ്ടോ? ഡിവൈറ്റ് സോങ് റൗണ്ടില് എത്ര മാർക്ക് കിട്ടി അസദിന്? 54.5. അപ്പൊ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തല്ലോ. ഇനി 3 റൗണ്ടുകൾ കൂടെ ഉണ്ട്. അതിൽ നന്നായിട്ട് പെർഫോം ചെയ്യാം. ഓൾ ദ ബെസ്റ്റ്.